ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ഇവരാണ് ചേരുന്നത്. ആദ്യം ഡാനിലേക്ക് പോകുമ്പോൾ, ഡാൻ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഒരു കാലഘട്ടത്തിലൊക്കെ ഓണം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന്, അതോടൊപ്പം തന്നെ മികച്ച നല്ല ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവസരം കൂടിയായിരുന്നു ഈ ഓണം എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ട്. പൊതുവിൽ മലയാളികൾക്കിപ്പോൾ അത്രമേൽ വലിയ പ്രതിസന്ധിയൊന്നും, സാമ്പത്തികമായ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് നല്ല വസ്ത്രവും ഭക്ഷണവും ഒക്കെ കഴിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വിപണി ഏറ്റവും സജീവമാകുന്ന സമയം ആണ് ഈ ഓണക്കാഴ്ച, ഓണത്തിരക്ക് എന്നത്. ഒരു പരിധിവരെയൊക്കെ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വർഷത്തെ വിൽപ്പനയുടെ 50% മുകളിൽ നടക്കുന്ന ദിവസങ്ങളെന്നത് ഈ ഓണസമയമാണ്. നമുക്കാദ്യം ഈ വസ്ത്രവിപണിയുടെ ഒരു ഒഴുക്ക്, തിരക്ക് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. ഡാൻ, ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലേക്ക് അമരുകയാണ് തലസ്ഥാനം. ഇന്ന് വൈകുന്നേരത്തോടെ അതതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച അതെല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ, പ്രത്യേകിച്ച് ഓണക്കാലത്ത് വലിയ തരത്തിൽ ചർച്ചകളിൽ നിറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനം രാവിലെ തുറന്നിട്ടേ ഉള്ളൂ. തുറന്നപ്പോൾ തന്നെ നിരവധി ആളുകളാണ് ഈ തിരുവോണത്തിനുള്ള പുതുവസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ തിരക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. ആ തിരക്കിൽ പെട്ടു പോകാതിരിക്കാൻ ആളുകൾ കൂടുതലായി രാവിലെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച ഇപ്പോഴുണ്ട്. പക്ഷേ അങ്ങനെ കരുതി ഒരുപാട് ആളുകൾ എത്തുന്നു. അപ്പോൾ രാവിലെ മുതൽ തന്നെ തിരക്ക് വലിയ തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം അതാണ് നിലവിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും അധികം ആളുകൾ, പ്രത്യേകിച്ച് ഈ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും, അവരുടെ ഒരു വർഷത്തെ കച്ചവടത്തിന്റെ ഒരു സിംഹഭാഗവും നടക്കുന്നത് ഈ ഓണക്കാലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി പരമാവധി സജ്ജീകരണങ്ങൾ, അതായത് എവിടെ നിന്നൊക്കെ അവർക്ക് പുതിയ മോഡൽ ഡ്രസ്സുകൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമോ അതെല്ലാം എത്തിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ഏത് തരത്തിലും അവർക്ക് അനുകൂലമായി പിടിച്ചു നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴിയിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നത്. നമുക്ക് ഈ സ്ഥാപനത്തിന്റെ ഉടമകളുണ്ട്, അതോടൊപ്പം ജീവനക്കാരുണ്ട്. അവരോട് ഈ കച്ചവടം എങ്ങനെയാണ് ഇപ്പോഴെന്നുള്ള കാര്യം കൃത്യമായി തന്നെ ചോദിച്ചറിയാനും കഴിയും. ചേച്ചി, എങ്ങനെയുണ്ട് ഇപ്പോൾ കച്ചവടം? ഇപ്പോ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല നടക്കുന്നുണ്ട്. ഈ ആഴ്ചയാണ് ഏറ്റവും തിരക്കുണ്ടായ കഴിഞ്ഞ തിരക്ക് ഇപ്പൊ കൂടുതൽ ഒരു 10 ദിവസമായിട്ട് നല്ല തിരക്കുണ്ട്. നാളെയുണ്ടോ? നാളെയും ഷോപ്പുണ്ട്, നാളെ ഷോപ്പുണ്ട്. ഇന്ന് രാത്രി ഉത്രാടമായോണ്ട് രാത്രി വൈകി അടയ്ക്കത്തുള്ളൂ. ഇന്നങ്ങനെ ഒരു 11:30 ആ സമയം, 12 ആ സമയം അടയ്ക്കത്തുള്ളൂ. ഇപ്പൊ 2-3 ദിവസമായിട്ട് 12:30 ആവുന്നുണ്ട് നമുക്ക് അടയ്ക്കാനായിട്ട്. രാത്രി 12:30 വരെയും ഷോപ്പുണ്ട്. ഏറ്റവും തിരക്ക് ഏത് സമയത്താണ് അനുഭവപ്പെടുന്നത്? ഈവനിങ് ടൈമിൽ തിരക്ക് കൂടുതൽ കാണും. ഒരു 11 to 1 ആ ടൈമിൽ കാണും. പിന്നെ ഈ ഒരു 7 to 9 ആ ടൈമിൽ. ഏത് ബ്രാൻഡാ കൂടുതൽ? കോട്ടൺ ആണോ? എങ്ങനത്തെ ഡ്രസ്സിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്? ഡിമാൻഡ് ഉള്ളത് നമുക്ക് ഷർട്ട്, അതുപോലെ കുർത്തീസ്, അതൊക്കെ നല്ല മൂവിംഗ് ആണ്. പട്ടുസാരി നല്ലത്. അപ്പോൾ അത്തരത്തിലാണ് ഈ സ്ഥാപനത്തിന്റെ ജീവനക്കാർ നൽകുന്ന വിവരങ്ങൾ. അതായത് ഈ തിരുവോണത്തിന് ഓണക്കോടിയായുള്ള വസ്ത്രങ്ങൾ, അതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഏറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ വസ്ത്രങ്ങൾ, ഇവരുടെ തന്നെ ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ നിന്നാണ് ഇവിടേക്ക് വസ്ത്രങ്ങൾ അവിടെ നിന്ന് തന്നെ നെയ്തെടുത്ത് എത്തിക്കുന്നതെന്നാണ് നമുക്ക് അല്ലാതെ ഈ ജീവനക്കാരൊക്കെ നൽകുന്ന വിവരം. നമുക്ക് ഇനി ഈ ഉപഭോക്താക്കളുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ എന്തുകൊണ്ടാണ് ഈ ഉത്രാടപ്പാച്ചിൽ വലിയ തിരക്കിനിടയിൽ രാവിലെ വസ്ത്രം വാങ്ങാൻ എത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ചേട്ടാ, എവിടുന്നാ വരുന്നത്? ഞാൻ വരുന്നത് മാറനല്ലൂർ. എല്ലാ തവണ ഇവിടെയാണ് വരുന്നത്? എല്ലാ പ്രാവശ്യം ഇവിടെ നിന്നാണ് അങ്ങനെ എല്ലാ പ്രാവശ്യം ഒന്നാം ഓണത്തിനാണ് ഇറങ്ങാറ്. അപ്പോഴാണ് ഫ്രീ ആയി കിട്ടണത്. സ്വസ്ഥമായിട്ട് സമയമെടുത്ത് സെലക്ട് ചെയ്ത് കുടുംബസമേതം എത്തിയല്ലേ? 2 മക്കൾ. അപ്പൊ ഡ്രസ് എടുത്തോ? ഇല്ല, തുടങ്ങിയിട്ടു. ആണോ? നോക്കിയല്ലേ? നോക്കി തുടങ്ങി. ഓക്കെ, അപ്പൊ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എടുക്ക. ഹാപ്പി ഓണം. ഓക്കെ.
അപ്പോൾ അത്തരത്തിലാണ് കാഴ്ചകൾ. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇവിടേക്ക് ഈ വസ്ത്രങ്ങൾ എടുക്കാനായി, ഓണക്കോടി എടുക്കാനായി എത്തുന്ന ആളുകളുണ്ട് എന്നതാണ് അതിന്റെ ഒരു കൗതുകം. കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ, വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തിരക്കതിന്റെ പാരമ്യത്തിലേക്ക് എത്തും. ആ തിരക്കിൽപ്പെട്ട് സെലക്ഷനിൽ അത് പ്രതികൂലമായി ബാധിക്കാതിരിക്കാനാണ് നേരത്തെ തന്നെ, രാവിലെ തന്നെ എത്തി വസ്ത്രങ്ങൾ എടുത്ത് ഇവിടെ നിന്ന് മടങ്ങാനുള്ള ഒരു നീക്കം അത് കുറച്ചധികം ഉപഭോക്താക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ചേട്ടാ, എവിടുന്ന വരുന്നേ? എവിടെ സ്ഥലം? തണ്ണിത്തോട്, പത്തനംതിട്ട. ആണോ? ഇവിടെ വരുമോ എല്ലാ ഓണത്തിനും ഇല്ല, മാക്സിമം വരാൻ ശ്രമിക്കും. എടുത്തോ? എല്ലാം എടുത്തു കഴിഞ്ഞാൽ? എടുത്തില്ല, തുടങ്ങിയതേ ഉള്ളൂ. ശരിയാണ്. ശരി, ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് കാഴ്ചകൾ. തിരക്കിലേക്ക് അമരുന്നു. ഉത്രാടപ്പാച്ചിലിന്റെ വലിയ തിരക്കിലേക്ക് അമരുകയാണ് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ. അത് വൈകുന്നേരത്തോടെ അതിന്റെ ഏറ്റവും പീക്ക് ലെവലിലേക്ക്, പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചയാകും ഉണ്ടാകുക. യെസ്, ഇതാണ് വസ്ത്രവ്യാപാര മേഖലകളിൽ വലിയ ഉണർവ് അനുഭവപ്പെടുന്ന ഒരു സമരം. അവിടെ സമയം, അതായത് ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓരോ ട്രെൻഡ്, അതായത് കാലം മാറുന്നതിനനുസരിച്ച് വസ്ത്രധാരണ രീതികളിലൊക്കെ ട്രെൻഡ് മാറുമെങ്കിലും ഈ സമയം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗൃഹാതുരതയിലേക്കൊക്കെ തിരികെ പോകുന്ന ഒരു സമയമാണ്. ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ആണെങ്കിലും, ഏത് സെക്ടറിൽപ്പെട്ടവരാണെങ്കിലും, ഈവൻ IT മേഖലകളിലെയൊക്കെ ഒരു വസ്ത്രധാരണ രീതികളുണ്ട്. ഞങ്ങൾ ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാർത്താവതാരകരുടെ വസ്ത്രധാരണത്തിൽ പോലും ചില രീതികൾ ഉണ്ട്. പക്ഷേ ഓണക്കാലമാകുമ്പോൾ അതെല്ലാം മാറുന്നു എന്നതാണ് ശീലം. അപ്പോൾ അതിനനുയോജ്യമാകുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് പ്രധാനമായും വിപണിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഞാൻ ഡാനിലേക്ക് വരാം. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണക്കോടി അത് പണ്ടുമുതൽ ഉള്ള ശീലമാണ്. ഓണസദ്യ അതും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ വിപണിയിലേക്ക് ഈ ഗൃഹോപകരണ വിൽപ്പനക്കാരൊക്കെ കൂടുതലായി കടന്നു വരുമ്പോൾ വലിയ ഓഫറുകളാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഓണക്കാലത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു രീതിയുണ്ട്. പുതിയൊരു വാഹനമാകട്ടെ, വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജോ TVയോ വാഷിംഗ് മെഷീനോ ആകട്ടെ, മറ്റു ഉപകരണങ്ങളാകട്ടെ, അതെല്ലാം നമ്മൾ ഓണക്കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പ്രധാനപ്പെട്ട വിപണന പാതകൾ. എറണാകുളം നഗരത്തിലാണെങ്കിൽ നിരവധിയായ അത്തരം സ്ട്രീറ്റുകളുണ്ട്. ഓരോന്നും ഫോക്കസ് ചെയ്തിട്ടുള്ള വസ്ത്രം, ഇലക്ട്രോണിക്സ്, മറ്റ് ചെറുകിട ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള വിപണിയൊക്കെ വളരെ സജീവമാണ്. ഇന്നിപ്പോൾ ഈ ഉത്രാടപ്പാച്ചിലേക്ക് എത്തുമ്പോൾ പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സദ്യവട്ടത്തിനുള്ള ഒരുക്കവും ഓണക്കോടിയും അതിലേക്കായിരിക്കുമല്ലോ ഫോക്കസ്. അഭിലാഷ്, ഞാനിപ്പോ ഉള്ളത് മെയ്ത്ര ബസാറിലെ ഈ പൂവിപണിയാണ്. അതായത് കൃത്രിമ പൂക്കളാണ്. നമ്മൾ എല്ലാ വർഷവും ഓണത്തിന് മാത്രം, അല്ലെങ്കിൽ ഉത്രാടത്തിനും ഓണത്തിന് വേണ്ടി മാത്രമാണ് ഈ ചുരുക്കാൻ വേണ്ടി. അത് സ്ഥാപനങ്ങളാവട്ടെ, വീടുകളാവട്ടെ, റോഡുകളാകട്ടെ, നഗര വീഥികളാകട്ടെ ഒക്കെ അണിയിച്ചൊരുക്കാൻ വേണ്ടി ഇത്തരം പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂക്കളാണ്. അത് നമുക്ക് മാരിഗോൾഡിന്റെ വിവിധ വെറൈറ്റികൾ കാണാം ഇവിടെ. മഞ്ഞയും ഓറഞ്ചും കലർന്നത്, അതുപോലെ പല വിധത്തിൽ. അതിപ്പോ ഈ വർഷം കുറെ കൂടി ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ മാരിഗോൾഡിൽ തന്നെ ഇവിടെ ഒരു പിങ്കും അങ്ങനെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.